നമസ്കാരം. 2004 മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി NDA മുന്നണിയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പാർലമെൻറ്റിൽ എത്തുന്നത് PC തോമസിലൂടെയായിരുന്നു. പക്ഷേ PC തോമസിൻ്റെ ലോക്സഭാംഗത്വം കോടതി റദ്ദു ചെയ്തു. സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തിയെങ്കിലും സുപ്രീം കോടതി അന്തിമമായി വിധിച്ചത് മതത്തെ ദുരുപയോഗം ചെയ്തു എന്ന് തെളിഞ്ഞതുകൊണ്ട് PC തോമസ് MP ആവാൻ പാടില്ല എന്നാണ്. PC തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുക മാത്രമല്ല, മത്സരിക്കുന്നതിന് കുറേ വർഷങ്ങളിലേക്ക് അദ്ദേഹത്തിന് അയോഗ്യതയും കൽപ്പിച്ചു. കേരള കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് ജോൺ കച്ചിറമറ്റം എന്നയാൾ ഇറക്കിയ ഒരു ലഘുരേഖയായിരുന്നു PC തോമസിന് പാരയായത്. പോപ്പിൻ്റെ കൈമുത്തുകയും മദർ തെരേസയെ വിശുദ്ധയാക്കുന്നതിന് ഉന്നതമായ പങ്ക് വഹിക്കുകയും ചെയ്ത PC തോമസ് സഭയുടെ അഭിമാനമാണെന്നും PC തോമസ് വിജയിക്കുന്നത് സഭയ്ക്ക് നല്ലതാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ജോൺ കച്ചിറമറ്റം ഇറക്കിയ ലഘുലേഖ വ്യാപകമായി ക്രൈസ്തവ വീടുകളിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് PC തോമസിന് അയോഗ്യതയുണ്ടായത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അഴീക്കോട് മണ്ഡലത്തിൽ MLA ആയ മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയെ അയോഗ്യനാക്കിയതും സമാനമായ ഒരു ലീഫ്ലെറ്റ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആരോ ഒരാൾ ഒരു ലീഫ്ലെറ്റ് ഉണ്ടാക്കുകയും മുസ്ലിമിനെ വോട്ട് ചെയ്യാവൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് KM ഷാജിക്ക് വിനയായത്. രണ്ട് സാഹചര്യത്തിലും സ്ഥാനാർത്ഥിക്ക് ഈ വിഷയവുമായി നേരിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥാനാർത്ഥിയുടെ അനുമതിയോടെ ആണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന നിഗമനത്തിൽ കോടതി എത്തുകയായിരുന്നു. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ള KM ഷാജിയുടെ കേസിൽ കുറ്റവിമുക്തൻ ആക്കപ്പെടണമെങ്കിൽ അത് CPMകാർ ബോധപൂർവം ഷാജിയെ തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വിതരണം ചെയ്ത ലീഫ്ലെറ്റാണ് എന്ന് തെളിയിക്കണം. കേരളത്തിൽ ഇതിനു മുൻപ് സമാനമായ സാഹചര്യത്തിൽ അയോഗ്യരാക്കപ്പെട്ട അനേകം ജനപ്രതിനിധികളുണ്ട്. ഇവർക്കൊന്നും സുപ്രീം കോടതിയിൽ പോലും പോയി ആ തീരുമാനം റദ്ദു ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. കോടതി പോലെയും പാർലമെൻറ്റ് പോലെയും PSC പോലെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ പദവി. അതിലിടപെടാൻ എക്സിക്യൂട്ടീവിന് പോലും അധികാരമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പൂർണ്ണമായും സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ തികച്ചും അന്യായമാണ് എന്ന് ബോധ്യപ്പെടാത്ത സാഹചര്യത്തിൽ കോടതി ഇടപെടുകയില്ല. നമ്മുടെ ജനാധിപത്യം പാകിസ്ഥാനിലെ പോലെ ഒരു കപട നാടകം ആവാതിരിക്കുന്നതിനുള്ള മുഖ്യ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരം സ്വതന്ത്രമായ അധികാരമുള്ളത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുന്നത് IASകാർ ആണെങ്കിൽ കൂടി അവർ ഭരണഘടനയുടെ മഹനീയമായ പദവിയാണ് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അലങ്കരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ കാണാൻ. സുരേഷ് ഗോപി അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിക്കുകയും അയ്യപ്പനു വേണ്ടി വോട്ട് പിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യമായതായി തൃശ്ശൂർ ജില്ലാ കളക്ടർ അനുപമ വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്ന് സുരേഷ് ഗോപിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടദേവനെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി പ്രതിരോധമുയർത്തുമ്പോൾ പിണറായിയുടെ അടിമയായി അനുപമ എന്ന കളക്ടർ മാറി എന്ന ആരോപണമാണ് BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഉയർത്തിയിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, മതവും മതവിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിയമത്തോട് പൂർണ്ണമായ വിയോജിപ്പാണ് എനിക്കുള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതമായിരിക്കുമ്പോൾ ആ മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിലക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ശബരിമല പോലെ വളരെ വൈകാരികമായ ഒരു വിഷയം
കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവരുത് എന്ന് പറയുന്നതും ഉചിതമല്ല. ശബരിമലയിൽ പിണറായി വിജയൻ എടുത്ത ധാർഷ്ട്യത്തോടുകൂടിയുള്ള നിലപാട് തെറ്റാണ് എന്ന് പറയാൻ അതിനെ എതിർക്കുന്നവർക്ക് എല്ലാ അവകാശവും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഉയർത്തിപ്പിടിക്കാൻ അവർക്കുള്ളത് ധാർമ്മികമായ അവകാശമാണ്. എന്നാൽ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാവുകയും ആ നിയമത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കുകയും ആ നിയമത്തിൻ്റെ വ്യാഖ്യാനമായി സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് കൂടുതൽ ശക്തിയോടുകൂടി ആ നിയമം നടപ്പിലാക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ അതിനെ മറികടക്കുന്നതിന് നിയമപരമായ മറ്റു സാധ്യതകൾ തേടാതെ ആ നിയമം ലംഘിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയാണ്. ശബരിമല വിഷയത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മറിച്ചൊരു നിലപാടെടുത്തത് എന്ന ചോദ്യം ചിലരെങ്കിലും എന്നോട് ചോദിക്കാം. ശബരിമല വിഷയത്തിൽ നിയമപരമായ സാധ്യതകൾ തേടുന്നതിന് സർക്കാർ ശ്രമിച്ചില്ല എന്നതും അത്തരം ശ്രമം നടക്കുമ്പോൾ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതുമാണ് ആ വിമർശനത്തിൻ്റെ എൻ്റെ കാരണം. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ അങ്ങനെയൊരു നിയമ പോരാട്ടവും ഇപ്പോൾ നടക്കുന്നില്ല. അതിനർത്ഥം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി മതം ഉപയോഗിച്ചുള്ള വോട്ടുപിടുത്തം തന്നെയാണ് നടന്നത്. അയ്യൻ്റെ പേരിൽ ഞാൻ വോട്ട് ചോദിക്കുന്നു, എൻ്റെയും നിങ്ങളുടെയും അയ്യന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് കൃത്യമായ ഭാഷയിൽ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, രാജ്യത്തെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ഒരു തർക്കവും വേണ്ട. അതേസമയം ആ ചട്ടത്തിൻ്റെ പേരിൽ ശബരിമല പോലെ വികാരപരമായ ഒരു വിഷയത്തെക്കുറിച്ച് ആരും വാ തുറക്കരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് CPM-ന് വേണ്ടി നടത്തുന്ന വാചകമടി മാത്രമാണ് എന്ന് പറയേണ്ടി വരും. കളക്ടർ അനുപമയെക്കുറിച്ച് ആരും ഒരിക്കലും മോശം പറയാറില്ല. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരുന്നപ്പോൾ അവർ വമ്പന്മാരുടെ മുഖമടിച്ചു കൊടുത്തതിൻ്റെ ചരിത്രം മാലോകർക്കറിയാം. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കളക്ടർ എന്ന നിലയിൽ അവർ ജനതയ്ക്കൊപ്പം ഇറങ്ങി നടന്നതും എല്ലാവർക്കും അറിയാം. ആലപ്പുഴ കളക്ടറായിരുന്നപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ തട്ടിപ്പിനെതിരെ ഉറച്ച നിലപാടെടുക്കുകയും ആ മന്ത്രിക്ക് പദവി നഷ്ടപ്പെടുകയും ചെയ്ത കഥയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വരണാധികാരി എന്ന നിലയിൽ നിയമം അവർക്ക് അനുവദിച്ചിരിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള കൃത്യമായ ഇടപെടലാണ് അനുപമ നടത്തിയത് എന്ന് വ്യക്തമാണ്. അതിൻ്റെ പേരിൽ പിണറായിയുടെ അടിമയാണ് അനുപമ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു BJP നേതാവ് അധപ്പതിച്ചിരിക്കുന്നത് ലജ്ജാകരമാണ്. ഗോപാലകൃഷ്ണൻ എന്ന ഈ BJP നേതാവിനെ നിലയ്ക്ക് നിർത്താൻ സമയമായിരിക്കുന്നു. മുൻപും സമാനമായ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് നഷ്ടപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണനോട് തൃശൂർ മണ്ഡലത്തിൽ കയറിപ്പോകരുത് എന്ന് ഉത്തരവിറക്കാനുള്ള അധികാരം പോലും ജില്ലാ കളക്ടർക്കുണ്ട് എന്ന് മറക്കരുത്. ജനാധിപത്യം വിജയിക്കണം, ഭരണഘടന വിജയിക്കണം. അതേസമയം ധീരതയോടുകൂടി ഏത് വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള ഏത് സാധാരണക്കാരൻ്റെയും അവകാശവും വിജയിക്കണം. നന്ദി, നമസ്കാരം.